ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിം ടൈം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ഡൂട്ട് ദ ഫെയർ ഫൈനൽ പാർട്ട്. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. ഡൂട്ട് ദ ഫെയറിൻ്റെ ഫൈനൽ പാർട്ടാണിത്. ഇത് നമ്മൾ റിച്ചായി മിഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പതിവ് പോലെ എഴുതിയിട്ടുണ്ട്. ഇതേതാണ് വണ്ടിയുടെ പേര് നോക്കട്ടെ. റോക്കി എന്നാണ് ഈ വണ്ടിയുടെ പേര്. എന്താ നമ്മുടെ ഫസ്റ്റ് തന്നെ ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ നമുക്ക് കയ്യിലെടുത്ത് അല്ലെങ്കിൽ വേണ്ട, കയ്യിലെടുത്തിട്ട് നിർത്തിയാൽ പണിയാണ്. നമുക്ക് നേരെ പോകാം. ഞങ്ങൾ പോയിട്ട് എസ്കേപ്പായി. കാരണം പോലീസ് ദൂരത്ത് വരത്തില്ല. കൈകളും രാത്രി വയ്ക്കും. ചില കുറച്ചോ ഫൈനലി നമ്മൾ 3000 rupees ആക്കി അത് കൊടുത്തിരിക്കുന്നു. നമ്മൾ 2 ദിവസം 3 ദിവസം കൊണ്ട് ഇതിനു വേണ്ടി തന്നെ എടുക്കുന്നത്. ഫൈനലി നമ്മൾ ബാറ്ററി മേടിക്കാൻ ഇവരെ പൈസ കൊടുത്തിരിക്കുന്നു. ബാക്കി 180 രൂപ. ബ്രിങ് ദ ബാറ്ററി ഫ്രം ഡൂഡ് മാർട്ട്. ഓഹോ, ഇനി ഡൂഡ് മാർട്ടിലൊന്ന് ഡൂഡിനെ കൂടി ഒന്ന് കണ്ടിട്ട് ബാറ്ററി എടുത്തോണ്ട് ഓട്ടോറിക്ഷ അതുമ്പോൾ പിന്നെ നമ്മളതൊന്നും ഓട്ടില്ലല്ലോ. ഓട്ടോക്കാരെ അത് ഓട്ടോയിൽ ഓടിച്ചു വരുന്നത് ആരെങ്കിലും ഇറക്കാൻ വന്നത് കേട്ടിട്ട്. പക്ഷെ നമ്മൾ കയറി കാണിച്ചിട്ടൊക്കെ പോകും. ബാറ്ററി കാട്ടില്ലെങ്കിൽ അവനെ അടിച്ച് പൊട്ടിച്ച് തീർത്ത് മതി. 2 കിലോമീറ്റർ ഓട്ടോ അല്ല, നമ്മളല്ലേ ഓടിക്കുന്നത്. ചാർജൊന്നും ഇല്ല. ഓട്ടോ ചാർജെല്ലാം ഉണ്ടായിരുന്നു. പെട്രോളും കൂടി ഇതിനകത്തുണ്ടായിരുന്നെങ്കിൽ വിലയും കൂട്ടി ഓരോ പത്രം നോക്കി വിലയും നോക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ ജിപ്സി എടുത്തു. സ്മൂത്തസ്റ്റ് വഴി വണ്ടി. നമ്മുടെ ഫേവറേറ്റ് വണ്ടി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന കുറച്ച് ഇതാണ്. ബാറ്ററി ആളാ 2. ഇതിനാണ് ഇവ 3000 രൂപ. എന്താണ് വീട്ടിൽ കെട്ടുകണക്കിന് കാശിരിക്കുന്നു. 2 ബാറ്ററി മേടിക്കാൻ പൈസ ഇല്ല. അപ്പൊ നമ്മുടെ ഈ തമ്മിലായിരുന്നു ഒരു എത്രയാണ്, ഒരു 10 കിട്ടാനും മതിയായിരുന്നു. നമ്മൾ കളക്ട് ചെയ്തതിന് അത്രയും പോലും പറ്റില്ല. അത് കഷ്ടപ്പാട് കളിക്കുന്നത്. അവനും കുറെ കഷ്ടപ്പെട്ടാണ് അത് എടുത്തത്. പക്ഷെ എടുത്ത വഴി വേറെ. ഈ റിച്ച് ജയിലിലായിരുന്നു. റിച്ചിക്കും കൂടി ഹെലികോപ്റ്റർ ചാടാൻ പോലായിരുന്നു. പക്ഷെ ആദ്യം വണ്ടി വെച്ച് ഇത് പൊളിച്ചു. വണ്ടി വെച്ചല്ല, ലോറി അതൊന്നും അല്ലാതെ ഒരു മീഡിയം സൈസ് സ്മോൾ സൈസ് വണ്ടി വെച്ച് ആദ്യമായിട്ടൊരു മരം പൊളിച്ചു. ഇങ്ങനൊന്നും പൊളിയത്തില്ലായിരുന്നു. ഇത് ക്രിസ്മസ് ട്രീ പൈൻ കോൺഫറൻസ് പയ്യാണോ എത്തിയിട്ട് നമ്മൾക്ക് ബാറ്ററി നോക്കുന്നതാണോ ഇവിടെ? ബീറ്റ് പോലീസ് വിളിച്ചു വരുത്താം. ഉള്ള ഇതും കൂടി പോയായിട്ട് പിന്നെ ചുമ്മാ ഇരിക്കുന്ന അവന്മാരെ പോയി തല്ലണം. കച്ചി ഗ്യാങ്
ഓ കച്ചിരാക എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത ഫാമും അല്ലെങ്കിൽ ഇവിടുത്തെ ഫാമും ഏതൊരു ഫാമിലായിരിക്കും. ഇവിടെ നോക്കിയിട്ട് ആ അത് തന്നെ. ഇവിടെ ഇത്ര നേരം ഇവിടെ യോഗക്കാരില്ലായിരുന്നു. ആ വെട്ട് നമ്മളെ കണ്ടപ്പോൾ എന്താ കിളി പറക്കുന്നു. പരുന്തിനെ പോലൊക്കെ വേണം. 2-3 ബോംബിൻ്റെ കാര്യമുള്ളൂ ഇപ്പം എല്ലാം ഞാൻ. അപ്പോൾ ആ മിഷനൊക്കെ കംപ്ലീറ്റ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി എന്ത് കാണിക്കാനാണോ എന്ന് പറയുന്നത്. പോലീസ് എനിക്ക് തോന്നി പോലീസ് വരാൻ ഹേ ഗ്യാങ് ക്രിമിനലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പോലീസ് വരാൻ. അല്ലാതെ പോലീസ് വന്നതാണ്. ട്രെയിൻ അടിച്ചാലും വലിയ കാര്യമൊന്നും സാധനങ്ങൾ. നേര് ഗുഹ എനിക്കകത്തുള്ളിൽ പോകാൻ പറ്റത്തില്ല. വേറൊരു ഇടിച്ചു നിൽക്കും. കാരണം അതിൻ്റെ മുന്നിൽ ട്രെയിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ട്രെയിൻ അതിനുള്ളിൽ കൂടെ മാജിക്കൽ നോർത്ത് പോലെ എന്തു ചെയ്യുക ബാക്കി ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ജയിലി നമ്പറിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരണം. അപ്പുറത്തല്ല ഓക്കോ അതിൻ്റെ ആവശ്യമില്ല. ഇടവഴി മതി. ഇടവഴി കൂടെ പോകാം. വിളിച്ചായി നോക്കണ്ട. വിളിച്ചായി ക്ലാസിക് വേണം ചുമ്മാതല്ല വേണ്ട. ഇടവഴി കൂടെ പോയാൽ ഗ്ലിച്ചാവാൻ ചാൻസുണ്ട്. വേണ്ട അതുകൊണ്ട് നമുക്ക് നേരെ പോകാം. പോലീസ് സ്റ്റേഷനെത്തി. കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ കുറെ കട അടുപ്പിച്ച് കാണും. കടയുടെ വാതിക്കലൊക്കെ നിറച്ച് വണ്ടി കാണും. സൂപ്പറാ. ഒരു വണ്ടി പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാൻ പോകുന്നുള്ളൂ. ഇവിടത്തേക്ക് സൂപ്പറാ. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. സൂപ്പറാ. ടൊയാട്ട സൂപ്പറാ. എന്തൊക്കെ പേര്. സൂപ്പർ ടൊയോട്ടയല്ല വേറെന്തൊക്കെ ടൊയാട്ടയാ. ടൊമാറ്റോ സൂപ്പർ സൊയോട്ട സൂപ്പർ സൊയോട്ട നമ്പർ 40-47 40-47 ഓക്കെ. ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. പറഞ്ഞ മനസ്സിലാക്കില്ല. ഓക്കെ യു പ്രോഗ്രസ്. പോലീസ് സ്റ്റേഷനിലാണോ ഈന്തപ്പന പറിച്ച് വെച്ചിരിക്കുന്നത്? ഓ ശുദ്ധഭക്ഷണം കഴിക്കാം. അതുകൊണ്ടായിരിക്കും ബ്രെഡിൻ്റെ തേച്ച് കഴിക്കും. ഇവിടെ അല്ലേ മറ്റേ ഷോമൻ്റെ കാറ് കിടക്കുന്നത്. എന്താണ് വേറെ ആർക്കും കാറില്ലാത്ത പോലെ. കേക്ക് വന്നാലേ കാറ് എടുക്കത്തുള്ളൂ. എനിക്ക് 500 രൂപയാണ് ഇഷ്ടം. 3000 രൂപ ഉണ്ടാക്കാൻ കഷ്ടപ്പാടായിരുന്നു. ഒരു കെട്ട് പൈസ എടുത്താൽ 100 രൂപ കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് മറ്റേ സ്ഥലത്ത് പോയാൽ കുറച്ച് കൂടുതൽ കിട്ടും. ടൊയോട്ട സൂപ്പർ. ഒരു വണ്ടി എടുക്കാൻ 40-47 ആണ് അറിയാൻ. ആണാ ഫോട്ടോ എടുത്ത്. ഓ ശരി. ഓ വേണ്ട ഓ അതൊക്കെ ആ 3 പീപ്പിളിനെ അവരുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടാക്കാം. നമ്മളെ
ടാക്സിക്കാരനെ കാണിക്കും. ടാക്സിനെ ഇപ്പുറത്തല്ലേ നടന്നു പോയാലും മതിയായിരുന്നു. കൈ സൂപ്പറായിരിക്കും. ഒരു വട്ടം പോലെ ആവശ്യമില്ല കേട്ടോ അവസ്ഥ. ബെഞ്ചൊക്കെ ഭയങ്കര പവർ. ബെഞ്ചൊക്കെ എടുത്ത് വേലിയായിട്ട് വെച്ചാൽ എനിക്ക് വരും. വേലി ഇടിച്ചപ്പോൾ പൊളിഞ്ഞു, പക്ഷെ ബെഞ്ച് ഇടിച്ചിട്ട് പൊളിഞ്ഞില്ല. ടവറിന്റെ ഉള്ളിലേക്കൊക്കെ അടി കൂടെ ഈ വണ്ടി കൊണ്ട് റെയിൽവേ ട്രാക്കിനെ പറ്റി അത് അടയ്ക്കുമ്പോൾ ഈ വണ്ടി കൂടെ ഒക്കെ പോയി ലംബോർഗിനി അത്രേ ഉള്ളു. ലംബോർഗിനി അത്ര ഏകദേശമൊക്കെ ഉള്ളു. അതിൻ്റെ അടി കൂടെ ഒക്കെ പോകാം. പാറ്റിനെ കൊണ്ടൊക്കെ കൊണ്ടുവച്ച് ഞാനൊക്കെ പോകും. മാസ്റ്റല്ലോ തലയിൽ മാസ്റ്റല്ലോ ഹസ്ബോർഡ് വെച്ചോണ്ടിരിക്കുക. സിംസൺ ഫാമിലി ഒരു മഞ്ഞ കളറും കൂടി അടിക്കുന്നത് കറുത്ത് സിംസൺ ഫാമിലി ആയത്. ഇതൊക്കെ കണ്ണുകൊണ്ട് മൂക്കൊണ്ട് മേളിൽ കുറച്ച് മുടിയാണെന്ന് പറഞ്ഞ് തെളിയിക്കാൻ കുറച്ച് കാര്യമുണ്ട്. ഒരു കളറും കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ 17 സെക്കൻഡ് കുറച്ച് കുറഞ്ഞു. ഇപ്പൊ 30-60 രൂപ കണ്ട 87-88 ഇത് കൊള്ളാം. ഇതിപ്പോ കേറ്റാനും പറ്റും ഇറക്കാനും പറ്റും. കൊള്ളാം. ഇത് നല്ല വെച്ചോടാ കണ്ട അവിടെ അത് ഇത് കുഴപ്പമില്ല. ഇത് ടാക്സി ഓടിക്കുന്ന പോലൊക്കെ തന്നെ ഓടിക്കോളും. ഇത് വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഡെയിലിന്റെ വാഹനം നടപ്പുണ്ട്. എത്തടാ അവിടെ ഇതുവരെ പ്രോഗ്രസ് വേഗം പോ. ഇനി ആൾക്കാരൊന്നുമില്ല. തെളിവിന് മാത്രം ഇതില്ല. നമ്മുടെ വീട്ടിൽ ഇടിക്കാം. കേറ്റാ ഒരാളെ കേറ്റിയാലോ അതല്ലേ. ഇതെന്താണിത്? ടയറോയിട്ടാ രണ്ടുപേര് അടുപ്പിച്ച് നിൽക്കുന്നു. വേണ്ട ആവശ്യമില്ല. നടന്നു പോയാൽ മതി. സുപ്രവിന് ആവശ്യമില്ല. റിച്ച് ആപ്പിന് ചാടാവും. ചാട് ആവശ്യമില്ല. ആവശ്യമുണ്ട്. ഹാക്ക് ചെയ്യുന്നു. നമ്മൾ സ്കിപ്പ് ചെയ്യില്ല. ഇത് കണ്ടിട്ടേ ഇതെന്ത് ചെയ്യല്? കമ്പിക്കൊന്നും ഇത്ര ശക്തിയില്ല. അതിനെ പോലത്തെ ഇവൻ പൊട്ടനാണ്. അത് ഓടിക്കൊള്ളു. വേണ്ട നമ്മള് കൈരളി നമ്മളൊക്കെ നാട്ടുണ്ടോ പറ്റുവാർക്കും. സ്വിച്ച് ടു റിച്ചിയുടെ വീടാണെന്ന് മനസ്സിലായല്ലോ. ഈലെ വീട് അങ്ങനെ വിട്ടോളി. നമ്മളെ എങ്ങാനും റിച്ചായി എന്നിട്ട് നമ്മളെ പോലീസ് പിടിച്ച് അങ്ങനെ ചത്ത്. റീവൈവ് പറ്റിയില്ല. ലീവ് ചെയ്തു. നമുക്ക് റിച്ചാകാൻ പറ്റിയില്ല. ഒന്നും കൂടി കളിക്കേണ്ടി വരും. അപ്പം ഞാൻ ചെയ്യത്തില്ല. സേവ് ചെയ്തിട്ട് സേവ് പ്രോഗ്രസ് ഇപ്പം കൂടെ വന്നതാണ്. ഗെയിമും കൂടെ നമ്മൾ ചെറുതായിട്ട് സേവ് ചെയ്യാമായിരുന്നു.
അതുകൊണ്ട് റിട്രീറ്റ് ഓഫ് ഓർഡറുണ്ട്. റിച്ചിയുടെ ഗിത്താർ ഭയങ്കര പവർഫുള്ളാണ്. നമുക്ക് ഫ്രീസ് മൂഡ് ആകട്ടോ, സ്ലോ മൂഡല്ല ഫ്രീസ് മൂഡ്. അതിന് നമുക്ക് നടക്കാൻ പറ്റത്തില്ല, അതിന് ഇഷ്ടമാണ്. എല്ലാവരും തല്ലിപ്പോൾ ഫ്രീസ് ആക്കി വെക്കാൻ പോകും. അത് നല്ലതായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ കളിക്കുകയാണെങ്കിൽ ഈ ഡൂഡ് സോഫ്റ്റ്വെയറിന് കളിക്കുകയാണെങ്കിൽ നമ്മൾ ചാടായിട്ട് മാത്രം. അപ്പോൾ അടുത്ത വീഡിയോ ഇത് ഡൂഡ് സോഫ്റ്റ്വെയറായിട്ട് വരുന്നവരേക്കും, അല്ല ഡൂഡ് സോഫ്റ്റ്വെയർ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.